അപ്പോൾ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? ഇന്ന് കൊട്ടിക്കലാശം എവിടെയൊക്കെയായിരിക്കും കേന്ദ്രീകരിക്കുക? ആരൊക്കെയായിരിക്കും താരപ്രചാരകരായി എത്തുക? ഓരോ മണ്ഡലങ്ങളിലെയും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ, അപ്ഡേറ്റുകൾ, ഒപ്പം ഓരോ മുന്നണികളിലെയും പുതിയ പ്രതീക്ഷകൾ എന്താണ്? ആത്മവിശ്വാസം എത്രത്തോളമുണ്ട്? അണികൾ എങ്ങനെ ഒപ്പം ചേരുന്നു? ഇതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇന്ന് മുഴുവൻ ദിനവും ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ കൊട്ടിക്കലാശ കാഴ്ചകളിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധയെ 24 ക്ഷണിക്കുകയാണ്. എല്ലാം വിപുലമായി സജ്ജീകരിച്ചിട്ടുണ്ട് 24. ആദ്യം തൃശ്ശൂരിലേക്ക് പോകുന്നു. KR ഗോപികൃഷ്ണൻ തയ്യാറായി നിൽപ്പുണ്ട്. ഗോപി, ഗുഡ് മോർണിംഗ്. അങ്ങനെ ആ ദിവസം വന്നിരിക്കുന്നത് കൊട്ടിക്കലാശ ദിനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ ദിനം. എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് ഓരോ മുന്നണികൾക്കുമെന്ന് ആ കരുത്ത് തെളിയിക്കാനുള്ള ദിനം കൂടിയാണ്. അപ്പോൾ തൃശ്ശൂരിലെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം അവസാന ഘട്ടത്തിൽ എന്താണ് ട്രെൻഡിങ്? ഒരുപക്ഷെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വന്ന മണ്ഡലം, മല്ലികാർജുൻ ഖർഗെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച മണ്ഡലം, അങ്ങനെ സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത കൊണ്ടും ശ്രദ്ധേയമായ മണ്ഡലമാണ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. LDF പലയാവർത്തി ഈ മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും ആത്മവിശ്വാസം എത്രമാത്രമാണ്? ഒരു ത്രികോണ മത്സരം, അത് അതിൻ്റെ കൃത്യമായ രീതിയിൽ നടക്കുന്ന മണ്ഡലമല്ലേ തൃശ്ശൂർ? വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ. ഇന്നത്തെ ദിവസം കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക്, അവരുടെ മുന്നണികൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, അണികൾക്ക് അവരുടെ എല്ലാം രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ, ഒരുപക്ഷെ അവിസ്മരണീയമായ ഒരു ദിനമാക്കി മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളിലേക്കും അവർ കടക്കും. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും നല്ല കനത്ത ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന, ഒരുപക്ഷെ ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന, തീ പാറുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് തൃശ്ശൂരിനെ നിസ്സംശയം വിശേഷിപ്പിക്കാം. സ്വാഭാവികമായും ഏതാണ്ട് 1.5 മാസക്കാലം നീണ്ടുനിന്ന കഠിനമായ പ്രചാരണത്തിന് ശേഷം ഇന്ന് കലാശപ്പോരിലേക്ക് കാര്യങ്ങൾ അടുക്കുമ്പോൾ പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളുമൊക്കെ. 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ ഇന്ന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി തന്നെ പരമാവധി മണ്ഡലങ്ങളിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുക, ഏറ്റവും അവസാനത്തെ വോട്ട് കൂടി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി ഓരോ വോട്ടറെയും നേരിട്ട് കാണാൻ പരമാവധി ശ്രമിക്കുക. അങ്ങനെ ആ ഓളം ഉണ്ടാക്കിക്കൊണ്ട് തങ്ങൾക്ക് പറയാനുള്ള വിഷയങ്ങൾ, തങ്ങൾ നൽകുന്ന വാഗ്ദാനങ്ങൾ, പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നാടിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും ചെയ്യും, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാൻ വേണ്ടി നടത്തുന്ന ഏറ്റവും കഠിനമായ നീക്കങ്ങൾ നടക്കാൻ പോകുന്ന മണിക്കൂറുകളാണ് ഇനിയുള്ളത്. നമുക്കറിയാം, തൃശ്ശൂരിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഏറെ സുപരിചിതനായ ആളാണ്. ഇതുവരെ തെരഞ്ഞെടുപ്പുകളിൽ പരാജയം അറിഞ്ഞിട്ടില്ലാത്ത ആളാണ്. ഇടതുപക്ഷം ഭരിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മേൽക്കോയ്മയുള്ള മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് നമുക്കറിയാം. 7 നിയോജക മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങളും LDFന്റെ MLA-മാരാണ്. സ്വാഭാവികമായും ഇതൊക്കെ VS സുനിൽകുമാറിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളാണ്. അതേസമയം തന്നെ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഇത്തവണ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ എതിരാളികളായി നിൽക്കുന്നവരെ മോശക്കാരല്ല, ചെറിയ ആളുകളല്ല, അവർ വലിയ പാരമ്പര്യമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് K മുരളീധരൻ, K കരുണാകരന്റെ ഒരു പാരമ്പര്യവുമായി സ്വന്തം തട്ടകത്തിലേക്ക് തിരികെ എത്തുന്നു എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് പുതിയ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തവണ തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇതിനു മുൻപ് നിയമസഭാ മണ്ഡലത്തിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തി. കഴിഞ്ഞ തവണ വളരെ വൈകിയാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എന്നിട്ടും വലിയൊരു മുന്നേറ്റം ആ തവണ ഉണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ സുരേഷ് ഗോപിയുടെ പേര് നേരത്തെ തന്നെ പരാമർശിക്കപ്പെടുകയും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിളംബരം എന്നതുപോലെ തന്നെ, പ്രചാരണത്തിനൊരു വിളംബരം എന്നതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് സൂചനകൾ നൽകിയ ഇടമാണ് തൃശ്ശൂർ. മാത്രമല്ല, രാജ്യം മുഴുവൻ NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപ്ഷനായ മോദി ഗ്യാരണ്ടി അവതരിപ്പിച്ചതും തൃശ്ശൂരിലാണ്. അങ്ങനെ സുരേഷ് ഗോപിയും വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് തൃശ്ശൂരിൽ മത്സരത്തിനിറങ്ങുന്നത്. പലതരത്തിലുള്ള വിഷയങ്ങൾ തൃശ്ശൂരിൽ ഈ കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ദേശീയ ശ്രദ്ധയാകർഷിച്ച വിഷയങ്ങൾ തൊട്ട് പ്രാദേശിക വിഷയങ്ങൾ വരെ, ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ വിഷയങ്ങൾ വരെ ചർച്ചയാക്കപ്പെട്ട മണ്ഡലമാണ് തൃശ്ശൂർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന നേതാക്കൾ മുതൽ ദേശീയ നേതാക്കൾ വരെ പ്രചാരണത്തിനിറങ്ങിയ ഇടമാണ് തൃശ്ശൂർ. ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വിവാദം, ചാവക്കാട് രാഹുൽ ഗാന്ധി എത്താതിരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉയർത്തിയ ആക്ഷേപങ്ങളാണ്. ഏതായാലും രാഷ്ട്രീയ വിഷയങ്ങൾ, പ്രാദേശിക വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ, MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്തൊക്കെ ചെയ്യും എന്ന് തുടങ്ങി വ്യക്തിതലത്തിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ, ഇങ്ങനെ ഒരു റേഞ്ച് ഓഫ്
ഇഷ്യൂ സബ്ജക്ട്സ് ഈ തൃശ്ശൂർ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട്. കലാശപ്പോര് ഇന്ന് 6 മണിക്കാണ്. സാധാരണ നമുക്കറിയാം എല്ലാ കലാശപ്പോര് ദിവസം 3 മുന്നണികൾക്കും 3 സ്ഥാനാർത്ഥികൾക്കും അവരുടെ അണികൾക്കുമൊക്കെ ആഹ്ലാദത്തോടു കൂടി ആവേശം നിറച്ചുകൊണ്ട് കൂടിച്ചേരാനുള്ള ഒരു ഒറ്റ പോയിന്റാണ്. പക്ഷേ ഇത്തവണ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി 3 പോയിന്റുകളിലാണ് ഈ ആവേശപ്പോര് അവസാനിക്കാൻ പോകുന്നത്. അത് ഒന്നാമത്തെ ഇടം തൃശ്ശൂരിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലാണ്. കോർപ്പറേഷൻ അതായത് 3 ഇടങ്ങൾ അത് നറുക്കെടുപ്പിലൂടെയാണ് ആ ഇടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപനം കുറിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ന് ആവേശപ്പോര് നിറയ്ക്കാൻ പോകുന്നത് UDF ആണ്. UDF മുന്നണിയിലെ സ്ഥാനാർത്ഥി അതോടൊപ്പം തന്നെ അണികളൊക്കെ തന്നെ ആവേശത്തോടു കൂടി എത്താൻ പോകുന്നത് തൃശ്ശൂരിലെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലാണ്. രാഗം തിയേറ്ററിന് മുന്നിലാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ അണികളുമൊക്കെ ആവേശം നിറച്ചെത്താൻ പോകുന്നത്. ജോസ് തിയേറ്ററിന് മുന്നിലാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിൻ്റെ ഇടതുമുന്നണി പ്രവർത്തകരും ആവേശം നിറച്ചുകൊണ്ട് എത്താൻ പോകുന്നത്. അങ്ങനെ 3 ഇടങ്ങളിലായി ഇവിടെ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നടയിൽ ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള 3 പോയിന്റുകൾ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. അങ്ങനെ കനത്ത മത്സരത്തിനൊടുവിൽ ആവേശം നിറച്ചുകൊണ്ടുള്ള ഒരു സമാപനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആവേശപ്പോരിലേക്ക് ഇന്ന് കടക്കാൻ പോകുന്നു. മുന്നണികൾ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തീപാറുന്ന പോരാട്ടം കാഴ്ചവെച്ചിട്ടാണ് തൃശ്ശൂർ മണ്ഡലം നിൽക്കുന്നത്. നമുക്ക് ഇനി വരുന്ന മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് മുന്നണികളെ സംബന്ധിച്ചും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും. ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പൂരം വിവാദം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയാക്കിയിരുന്നു. അതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ട് വരണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് NDA കടന്നിരിക്കുന്നു. ഇടതുമുന്നണിയാകട്ടെ അവരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമെന്ന നിലയിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതെ മാറി നിൽക്കുന്നു. UDF മാത്രമാണ് പൂരം സംബന്ധിച്ച വിവാദം ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നത്. കാരണം ഇത് LDFനെയും NDAക്കും എതിരെ ഒരുപോലെ ആയുധമാക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും തൃശ്ശൂരിലെ ജനവിധിയിൽ തൃശ്ശൂരിലെ ജനങ്ങളുടെ മനസ്സിൽ വോട്ടെടുപ്പിനെ നിശ്ചയിക്കാൻ പോകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നത് ഇപ്പോഴും അപ്രവചനീയമായി തന്നെ നിൽക്കുന്നു. പ്രജിൻ, ഇനി നമുക്കുള്ള മണിക്കൂറുകളിൽ നോക്കാം എന്തൊക്കെ വിഷയങ്ങളാണ് ഇനി ഉയർന്നു വരാൻ പോകുന്നത്. ഈ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ എത്രത്തോളം ആവേശത്തോടു കൂടി മുന്നണികൾ ഈ ആവേശപ്പോരിലേക്ക് എത്തുമെന്ന് പ്രജിൻ. ശരി ഗോപി, എന്തായാലും ഗോപി സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ത്രികോണ മത്സരം അതിൻ്റെതായ അർത്ഥത്തിൽ നടക്കുന്ന ഒരു മണ്ഡലമായി തൃശ്ശൂർ ഇതിനോടകം മാറിയിട്ടുണ്ട്. ശക്തി പ്രകടനം ഇന്ന് അതുകൊണ്ട് തന്നെ 3 വ്യത്യസ്ത ഇടങ്ങളിലായി അത് കേന്ദ്രീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചത്. സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് ഒരു സ്ഥലത്ത് വേണ്ടാത്ത തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയിരിക്കുന്നു. അങ്ങനെ 3 സ്ഥലങ്ങൾ 3 മുന്നണികൾക്കും നൽകിയിരിക്കുകയാണ് തൃശ്ശൂർ.